സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശേഷാൽ ഉത്സവം തൈപ്പൂയമെങ്കിൽ വിശേഷാൽ വഴിപാട് കാവടിയാണ്. എന്നാൽ ഈ കാവടി ഭഗവാന് വഴിപാടായി വന്നത് എങ്ങനെയെന്നറിയുമോ? പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നതെന്തെന്ന് നമുക്ക് നോക്കാം. സുബ്രഹ്മണ്യ സ്വാമിയാൽ വധിക്കപ്പെട്ട ശൂരപത്മാസുരൻ എന്ന അസുരേന്ദ്രന്റെ സർവ്വസൈനാധിപനും ഗുരുവുമായിരുന്നു ഹിഡുംബൻ. അസുരനെങ്കിലും ഹിഡുംബന് ശൂരപത്മാസുരന്റെ അസുരപ്രവൃത്തികൾ ഇഷ്ടമായിരുന്നില്ല. പലതവണ ഉപദേശിച്ചിട്ടും ശൂരപത്മാസുരന്റെ പ്രകൃതത്തിൽ മാറ്റമുണ്ടായില്ല. ഇതിൽ അതൃപ്തനായ ഹിഡുംബൻ എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലെത്തി മഹാമുനി അഗസ്ത്യരുടെ ശിഷ്യനായി. ഹിഡുംബൻ പത്നിയോടൊപ്പം മഹർഷിയെ ശുശ്രൂഷിച്ചു കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിനം അഗസ്ത്യമുനി ഭഗവാൻ പരമേശ്വരന്റെ താല്പര്യപ്രകാരം ആധ്യാത്മിക ധാർമ്മിക പ്രചരണത്തിനായി മഹാകൈലാസത്തിൽ നിന്നും ദ്രാവിഡ ദേശത്തേക്ക് യാത്ര തിരിച്ചു. പാർവതി പരമേശ്വര പുത്രനായ ഭഗവാൻ സുബ്രഹ്മണ്യൻ ഇതിനോടകം തന്നെ ദക്ഷിണദേശത്ത് പഴനിമലയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. തമിഴകത്തെത്തിയ മഹാമുനിക്ക് തന്റെ തപസ്സിന് അനുയോജ്യമായൊരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ബലവാനായ തന്റെ ആശ്രിതൻ ഹിഡുംബനോട് കൈലാസ ശൃംഗത്തിലെ സ്കന്ദമലയുടെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ദക്ഷിണദേശത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. മഹാമുനിയുടെ ആജ്ഞ ശിരസാ വഹിച്ച ഹിഡുംബൻ പത്നി സമേതനായി ഹിമാലയത്തിലെത്തി 2 മലകൾ അടർത്തിയെടുത്ത് ഒരു മരത്തിന്റെ 2 അറ്റത്തുമായി കെട്ടിവെച്ച് യാത്രയായി. മലയുടെ ഭാരത്താൽ മരം കാവടി പോലെ വളഞ്ഞിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ ശ്രീമുരുകൻ ഈ മലകളെ പഴനിക്കടുത്തുള്ള തിരുവാൻകുടിയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. യുവരാജാവായി വേഷം മാറിയെത്തിയ ഭഗവാൻ കാർത്തികേയൻ ഹിഡുംബനെ വഴിതെറ്റിച്ചു. തിരുവാൻകുടിയിലെത്തിയപ്പോൾ ഹിഡുംബനോട് ഭഗവാൻ അല്പനേരം വിശ്രമിക്കുവാൻ ആവശ്യപ്പെട്ടു. വിശ്രമത്തിനിടയിൽ ഉറങ്ങിപ്പോയ ഹിഡുംബൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ മലകൾ രണ്ടും അവിടെ ഉറച്ചു പോയിരുന്നു. അവ ഉയർത്താൻ പരിശ്രമിച്ചെങ്കിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഹിഡുംബൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മലമുകളിൽ ഒരു ബാലൻ ദണ്ഡപാണിയായി നിൽക്കുന്നത്. മാറിപ്പോകുവാൻ ഹിഡുംബൻ ആവശ്യപ്പെട്ടെങ്കിലും ബാലൻ അത് ചെവിക്കൊണ്ടില്ല. ശേഷം വാഗ്വാദമായി. ഹിഡുംബൻ രോഷത്താൽ ഒരു മലയെടുത്ത് അവന് നേരെ എറിഞ്ഞു. കയ്യിലുള്ള ദണ്ഡ് ബാലൻ ഹിഡുംബന് നേരെ എറിയുകയും തൽക്ഷണം ഹിഡുംബൻ മരിക്കുകയും ചെയ്തു. ദുഃഖിതയായി ഹിഡുംബന്റെ ഭാര്യ കാര്യങ്ങൾ അഗസ്ത്യ മഹർഷിയെ അറിയിച്ചു. അഗസ്ത്യമുനി ഭഗവാൻ ശ്രീമുരുകന് മുന്നിലെത്തുകയും ഹിഡുംബനെ ജീവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അഗസ്ത്യമുനിയുടെ ആവശ്യപ്രകാരം ഭഗവാൻ ഹിഡുംബന് ജീവൻ തിരികെ നൽകി. ജീവൻ തിരിച്ചു കിട്ടിയ ഹിഡുംബൻ കടുത്ത മുരുകഭക്തനായി മാറി. സന്തുഷ്ടനായ ഭഗവാൻ ഹിഡുംബനെയും പത്നിയെയും തന്റെ കാവലാളുകളായി നിയമിച്ചു. കാവടിയായി മലകൾ കൊണ്ടുവന്നതിനാൽ ഈ കാവടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാകുമെന്ന് ശ്രീമുരുകൻ അറിയിച്ചു. കാവടി വരവേൽപ്പിന് മുൻപായി ഭക്തർ ഹിഡുംബനെ പൂജിച്ച് ആദരിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. ഇതിനുശേഷം പഴനി ഉൾപ്പെടെയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന കാവടി ഭക്തർ പ്രധാന ദേവനെ തൊഴുന്നതിന് മുമ്പ് ഹിഡുംബസ്വാമിയെ വണങ്ങി പൂജ നടത്തുകയോ കാവടി ഹിഡുംബനടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് പതിവായി. കാവടി എഴുന്നള്ളത്തിന്റെ ഭാഗമായി മിക്ക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും ഹിഡുംബ പൂജ, ഹിഡുംബനൂട്ട് എന്നീ പേരുകളിൽ പൂജയും നടത്തുന്നു. മഹാലളിതാ ത്രിപുര സുന്ദരിക്ക് വാരാഹി ദേവി പോലെയും അയ്യപ്പ സ്വാമിക്ക് കറുപ്പസ്വാമി പോലെയുമാണ് ശ്രീമുരുകന് ഹിഡുംബസ്വാമി.